ഏകദേശം ഒരാഴ്ച മുൻപ് പ്രമുഖ മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ടെലികാസ്റ്റ് ചെയ്തിരുന്നു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറായി എന്നായിരുന്നു ആ വാർത്ത. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഉറപ്പിക്കാൻ AICC 3-ാം വട്ട സർവേ പൂർത്തിയാക്കിയെന്നും അതുപ്രകാരം ജയസാധ്യത കുറഞ്ഞ 30 C ക്ലാസ് മണ്ഡലങ്ങളിൽ യുവമുഖങ്ങളെ മത്സരരംഗത്തിറക്കി മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാനാണ് പദ്ധതിയെന്നും ആ വാർത്തയിൽ പറഞ്ഞിരുന്നു. സർവേ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവമ്പാടിയിൽ VS ജോയിയും തൃത്താലയിൽ VT ബൽറാമും തൃശൂരിൽ സന്ദീപ് വാര്യരും മത്സരരംഗത്തിറങ്ങുമെന്നും സൂചനകളുണ്ടായിരുന്നു. ആ വാർത്തയിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ ഇങ്ങനെയാണ്: ജയം ഉറപ്പുള്ള മണ്ഡലങ്ങൾ, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് AICCയുടെ സർവേ നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ജയസാധ്യത കുറഞ്ഞ 30 C ക്ലാസ് മണ്ഡലങ്ങളിൽ യുവമുഖങ്ങളെ മത്സരരംഗത്തിറക്കി മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് പദ്ധതി. തിരുവമ്പാടി, തൃത്താല, തൃശൂർ എന്നിവിടങ്ങളിൽ യഥാക്രമം VS ജോയി, VT ബൽറാം, സന്ദീപ് വാര്യർ എന്നീ പേരുകൾക്ക് പുറമെ ചെങ്ങന്നൂരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും, തിരുവനന്തപുരം സെൻട്രൽ KS ശബരിനാഥനും, പീരുമേട്ടിൽ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവറും പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നും വാർത്തയിൽ സൂചിപ്പിച്ചിരുന്നു. ആ വാർത്തയ്ക്ക് അനുബന്ധമായി തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശക്തമായ മത്സരം നടക്കുന്ന കഴക്കൂട്ടത്ത് JS അഖിൽ, അതുപോലെ ചിറയൻകീഴ് BS അനൂപ്, നെടുമങ്ങാട് BRM ഷഫീർ, വർക്കല MJ ആനന്ദ്, അരുവിക്കര MR ബൈജു എന്നിവരുടെ പേരുകളും ഉൾപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് യുവമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പട്ടിക കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമമാണ് അന്ന് പുറത്തുവിട്ടത്. അതിനു പിന്നാലെ മറ്റു മാധ്യമങ്ങളിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഈ വാർത്ത ട്രെൻഡിംഗ് ആയി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. AICC സർവേ നടത്തുകയും ആ സർവേ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ 30 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക പുറത്തുവിട്ടു എന്ന രീതിയിൽ ആയിരുന്നല്ലോ ആ വാർത്ത പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് അത്തരത്തിലുള്ള ഒരു സർവേയും AICC നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നും വിവരങ്ങൾ പുറത്തു വരുന്നു. AICC ഈ രീതിയിൽ ഒരു സർവേ നടത്തിയെന്നും ആ സർവേ അടിസ്ഥാനത്തിൽ ഏകദേശം 30 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെന്നുമുള്ള ഈ വാർത്തയ്ക്കെതിരെ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതൃത്വത്തിന് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്തയുടെ ഉറവിടം തേടി നേതൃത്വം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാജ വാർത്ത സമൂഹത്തിൽ പ്രചരിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വേണമെന്നാണ് AICC ആവശ്യപ്പെട്ടിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചിലർ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പടച്ചുണ്ടാക്കിയ വാർത്തയാണിത് എന്നാണ് AICC വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക പ്രഖ്യാപിച്ചു എന്ന തരത്തിൽ പുറത്തുവിട്ട ഈ 5 സ്ഥാനാർത്ഥികളുടെ പേരുകളിൽ യാതൊരുവിധ തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത്. ഈ പറയുന്ന പേരുകളിൽ ഒരിക്കലും സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയില്ലാത്തവർ ഉണ്ടെന്നും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള യാതൊരുവിധ സ്ഥാനാർത്ഥി പട്ടികയും കോൺഗ്രസ് നേതൃത്വം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നുമാണ് നേതൃത്വത്തിൻ്റെ വാദം. ഈ സംഭവത്തോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാളയത്തിനുള്ളിലെ പട കോൺഗ്രസ് പാർട്ടി അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് സൂചനകളിലൂടെ വ്യക്തമാകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കാര്യമെടുത്താൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് SS ലാലായിരുന്നു. 2021 UDF അധികാരത്തിൽ വന്നാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയാകുമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് SS ലാലിനെ കോൺഗ്രസ് നേതൃത്വം അന്ന് ജനങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്തിയത്. എന്നാൽ മണ്ഡലം LDF പിടിച്ചെടുക്കുക മാത്രമല്ല, BJPക്ക് പിറകിൽ 3-ാം സ്ഥാനം കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ SS ലാലിന് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇത്തവണ SS ലാലിന് പകരം JS അഖിലിനെയാണ് കോൺഗ്രസ് നേതൃത്വം സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. അഖിലിന് തീർച്ചയായും സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യതയുണ്ടെന്നും എന്നാൽ അഖിൽ മാത്രമല്ല കഴക്കൂട്ടം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയിൽ ഉള്ളതെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. കഴക്കൂട്ടത്തെ മുൻ MLA MA വാഹിദിനെ രംഗത്തിറക്കി മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള തന്ത്രങ്ങൾ കോൺഗ്രസ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സൂചനകൾ. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമായി മാറുമ്പോൾ അതിൽ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് മാത്രം വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന ഒരു കളിക്ക് പാർട്ടി നിന്നു കൊടുക്കില്ല എന്ന സൂചനകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത്.
തിരുവനന്തപുരം ജില്ലയിലെ സംവരണ മണ്ഡലവും മണ്ഡലം രൂപീകരിച്ചതു മുതൽ CPI തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഇടവുമായ ചിറയിൻകീഴ് കഴിഞ്ഞ വർഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് BS അനൂപിനെ തന്നെയാണ് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന പേരിൽ മാധ്യമങ്ങൾ അവതരിപ്പിച്ചത്. എന്നാൽ നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് BS അനൂപിന് ഇത്തവണ സ്ഥാനാർത്ഥിയാകാനുള്ള അവസരമുണ്ടാകില്ല എന്നുള്ളതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥിയായ V ശശിയോട് 14,017 വോട്ടിന്റെ വമ്പൻ പരാജയമാണ് അനൂപ് ഏറ്റുവാങ്ങിയത്. 2021 അതായത് കഴിഞ്ഞ തവണ അനൂപ് ചിറയിൻകീഴ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നിരുന്നു. ചിറയിൻകീഴ് സംവരണ മണ്ഡലം ആണെങ്കിൽ കൂടി സ്ഥാനാർത്ഥികളാകാൻ അർഹരായവർ ഒട്ടനവധി ഉണ്ടായിരുന്നിട്ടും BS അനൂപിൻ്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർന്നു വന്നത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള സ്വാധീനം ചെലുത്തലിൻ്റെ ഭാഗമാണെന്ന ആരോപണം അന്ന് ഉയർന്നിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറയിൻകീഴ് മണ്ഡലത്തിൽ അനൂപിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ PR സ്വാധീനമുണ്ടായിരുന്നു എന്ന ആരോപണവും അന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ചർച്ചയായിരുന്നു. നിലവിൽ ചിറയിൻകീഴ് മണ്ഡലത്തിൽ വീണ്ടും BS അനൂപിനാണ് സാധ്യത എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അതിനെതിരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറയിൻകീഴ് മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട് തിരിച്ചുപോയ അനൂപ് അതിനുശേഷം സ്വന്തം പഞ്ചായത്തിൽ മാത്രം പ്രവർത്തനം ഒതുക്കുകയായിരുന്നു എന്നാണ് സ്വന്തം പാർട്ടിക്കാർ തന്നെ ആരോപിക്കുന്നത്. ഇപ്പോൾ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മണ്ഡലത്തിൽ സജീവമാകാനുള്ള ശ്രമങ്ങൾ ഇദ്ദേഹം നടത്തുന്നുണ്ട് എന്നും പാർട്ടിക്കാർക്കിടയിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ഇതിനിടയിൽ സംഘടനാപരമായി അനൂപിനെതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം കൂടി കോൺഗ്രസ് അനുഭാവികൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിലവിൽ ചിറയിൻകീഴ് പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവായ അനൂപിൻ്റെ ബൂത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു. ഇത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. അനൂപിൻ്റെ ബൂത്ത് ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശ് വിജയിച്ചപ്പോഴാണ് അനൂപിൻ്റെ സ്വന്തം ബൂത്തിൽ പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയത്. സ്വന്തം ബൂത്തിൽ പോലും പാർട്ടിയെ മുന്നിലെത്തിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് ഇത്തവണ ഒരു കാരണവശാലും സ്ഥാനാർത്ഥിത്വം നൽകരുത് എന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഉയർത്തുന്നത്. ചിറയിൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും എന്ന വിദൂര സാധ്യത പോലുമില്ലാത്ത BS അനൂപിൻ്റെ പേര് സാധ്യതാ പട്ടികയിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ ചോദിക്കുന്നത്. ഏകദേശം ഇതേ സാഹചര്യം തന്നെയാണ് നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിലും കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്കല നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച BRM ഷഫീർ 17,821 വോട്ടുകളുടെ വമ്പൻ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. 10,000 വോട്ടുകൾക്ക് മുകളിൽ തോൽവി വഴങ്ങിയവർക്ക് ഇത്തവണ സീറ്റ് നൽകേണ്ടെന്ന ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വ തലത്തിൽ ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ BRM ഷഫീറിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് ലഭിക്കില്ല എന്ന കാര്യം ഏകദേശം ഉറപ്പായിരുന്നു. അതിനിടയിലാണ് AICC സർവേ നടത്തിയെന്നും നെടുമങ്ങാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ സാധ്യതാ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് BRM ഷഫീർ ആണെന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നത്. BRM ഷഫീർ നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ 2026 കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നറിഞ്ഞപ്പോൾ ആദ്യം ഞെട്ടിയത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ്. LDFിൽ നെടുമങ്ങാട് മണ്ഡലം CPIക്കാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലാണ് നിലവിലെ മണ്ഡലത്തിലെ MLA. ഈ സാഹചര്യത്തിൽ BRM ഷഫീറിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ യാതൊരുവിധ സാധ്യതകളുമില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നത്. 2011 മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ശക്തനായ സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണ വർക്കല മണ്ഡലത്തിൽ 10,000ങ്ങളുടെ തോൽവി ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നു എന്ന വാർത്തയോട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ രസകരമായ സംഗതി എന്താണെന്ന് പറഞ്ഞാൽ BRM ഷഫീർ മണ്ഡലത്തിൽ ഇലക്ഷന് മുന്നോടിയായി തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കി എന്നും പറഞ്ഞ് പുറത്തുവന്ന വാർത്ത ഒരു വലിയ കള്ളമായിരുന്നു എന്ന് ഈ 2 ഉദാഹരണങ്ങൾ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാകും. തിരുവനന്തപുരം ജില്ലയിലെ ഈ പറഞ്ഞ 2 മണ്ഡലങ്ങൾ, അതായത് ഒന്ന് ശ്രമിച്ചാൽ കോൺഗ്രസിന് എളുപ്പത്തിൽ ജയിക്കാമെന്ന് കരുതപ്പെടുന്ന 2 മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളായി വരാൻ സാധ്യതയുണ്ടെന്ന് വരുത്തി തീർക്കുന്നവർക്ക് എതിരെ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഒരു പൊതുവികാരമാണ് ഞാൻ മുകളിൽ പറഞ്ഞത്. സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും ഇത്തരത്തിൽ കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. 2 മണ്ഡലങ്ങളുടെ കാര്യം എടുത്തപ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളതിനാൽ ബാക്കി 30 മണ്ഡലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഇനി ഇതുമാത്രമല്ല, ഇതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു വിഷയം കൂടിയുണ്ട്. അന്തരിച്ച കോൺഗ്രസ് നേതാവ് കാർത്തികേയൻ്റെ പാരമ്പര്യത്തിൽ ഊന്നി അരുവിക്കരയിൽ വിജയിച്ചു വന്നിരുന്ന
കെ ശബരിനാഥൻ്റെ മോഹത്തിന് കഴിഞ്ഞ തവണ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ഈ തിരിച്ചടി ഭയം മൂലമാണ് ഇത്തവണ ശബരിനാഥൻ മറ്റൊരു സീറ്റ് നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിക്കാൻ കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ശബരിനാഥനുണ്ട്. എന്നാൽ 2021 കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാർ മത്സരിച്ച മണ്ഡലമാണ് ഈ പറഞ്ഞ തിരുവനന്തപുരം സെൻട്രൽ. വി എസ് ശിവകുമാറിനെ ഒതുക്കിക്കൊണ്ടുള്ള ഒരു റീപ്ലേസ്മെൻ്റാണ് ശബരിനാഥൻ അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കോൺഗ്രസ് രാഷ്ട്രീയത്തിനൊരു പ്രത്യേകതയുണ്ട്. ജനങ്ങൾക്കിടയിൽ ഒരു തോന്നൽ ഉണ്ടാക്കി വച്ചാൽ ആ തോന്നലിൽ പിടിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. അത്തരത്തിലുള്ള ഒരു തോന്നൽ ഉണ്ടാക്കി വയ്ക്കുകയായിരുന്നു ഈ പറഞ്ഞ മാധ്യമ വാർത്തയിലൂടെ ഇതുമായി ബന്ധപ്പെട്ടവർ ചെയ്തത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നേതാക്കളല്ല, കോൺഗ്രസ് പ്രവർത്തകരാണ്. തങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥികളെ തങ്ങൾക്ക് തരണമെന്ന് പ്രവർത്തകർ നേതാക്കളുടെ മുഖത്തു നോക്കി പറയുന്ന കാലം ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും.